നമസ്കാരം. സീനിയർ സിറ്റിസൺസിനുള്ള ചില യോഗ മാതൃകകളാണ് ഇവിടെ പരിചയപ്പെടുന്നത്. സാധാരണ കാൽമുട്ട് വേദന, നടുവേദന, മസിലുകളൊക്കെ സ്റ്റിഫായി നിൽക്കുക, ദഹന പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരം നിരന്തരമായി ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരുന്നാൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാവുന്ന ചെറിയ ചില യോഗ മാതൃകകളാണ് ഞാനിവിടെ കാണിക്കുന്നത്. അതായത് നമുക്ക് ഒരു ചെയർ, നല്ല ഉറപ്പുള്ള ഒരു കസേര ആവശ്യമാണ്. കാരണം തറയിലിരുന്ന് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു ചെയർ സ്വീകരിച്ചിട്ടുള്ളത്. എല്ലാ ആൾക്കാർക്കും ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഒരു മാതൃകയാണ്. ആദ്യം നമ്മൾ കാലിന്റെ മസിൽസ് ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ചെറിയ ഒരു വ്യായാമം. കാൽ വെക്കുക, വാഴ്ത്തുക. Inhale, exhale. Inhale, exhale. അത് സൈഡ് ബൈ സൈഡ് എന്ന് കാണാം. Inhale, exhale. Inhale, exhale. ഒരു 5 times ഫസ്റ്റിൽ തന്നെ ചെയ്യുക. പിന്നീട് ഒരു 10-20കളിലേക്കൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലതാണ്. റിലാക്സ് ചെയ്യുക. അതുപോലെ ലെഫ്റ്റ് സൈഡ് കാൽ മാക്സിമം സ്ട്രെച്ച് ചെയ്യണം. എക്സേൽ, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ. 2 പവനമുക്താസനം. അത് അബ്ഡമൻ ഗ്യാസ് ഫോം ചെയ്യുന്നത് റിലീസ് ചെയ്യുന്നതിന്, ദഹനത്തിനെ കുറെ കൂടി സഹായിക്കുന്ന രീതിയിലുള്ള ഇരുന്ന് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പവനമുക്താസനമാണ് രണ്ടാമത്തത്. കാൽമുട്ട് വേദനയ്ക്കും ഏറ്റവും നല്ലതാണ്. ഇപ്പൊ കാല് നേരെ മുകളിലേക്ക് ഉയർത്തി കാല് പിടിച്ച് വയറിനോട് ചേർത്ത് അമർത്തി എക്സേൽ ചെയ്യുക. ഇൻഹേൽ ചെയ്തുകൊണ്ട് കാല് തള്ളി, എക്സേൽ ചെയ്തുകൊണ്ട് നെഞ്ചോട് ചേർത്തു. Inhale, exhale. Inhale, exhale. അങ്ങനെ 5-10 തവണ തുടർച്ചയായിട്ട് റൈറ്റ് സൈഡ് ചെയ്തു. അതേപോലെ ലെഫ്റ്റ് സൈഡ് ചെയ്തു. മാക്സിമം വയറിന് പ്രസ് ചെയ്യും, നന്നായിട്ട് പ്രസ്. ചെസ്റ്റിനോട് കാലധികം പൊക്കാൻ പറ്റാത്തവരാണെങ്കിൽ എത്രയാണ് പൊക്കാൻ പറ്റുക അത്രയും ചെയ്താൽ മതി. ഫസ്റ്റിൽ തന്നെ കാല് ഉയർത്തി മുകളിലേക്ക് വെക്കാൻ പറ്റുന്നില്ല എങ്കിൽ എത്രയാ പൊക്കാൻ പറ്റുക അത്രയും ചെയ്യും. ക്രമേണ 2-3 ദിവസം കൊണ്ട് നമുക്ക് ആ മൊബിലിറ്റി കിട്ടും. നന്നായിട്ട് കാല് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഇത് പവനമുക്താസനം ഓരോ കാലായിട്ട് നമ്മൾ ചെയ്യും. മൂന്നാമത്തത് ട്വിസ്റ്റിംഗ് ആണ്. ട്വിസ്റ്റിങ്ങിൽ കാൽപാദം കൃത്യമായി അമർത്തി തറയിൽ വെക്കണം. തറയിൽ ഒരു ഷീറ്റ് ഇടണം. കാല് നേരിട്ട് തറയിൽ മുട്ടുന്നതിന് പകരം ഷീറ്റിന്റെ മേലെ കാല് വെച്ച് കൊണ്ടുവേണം ഈ ഇരുന്നിട്ടുള്ള ആസനങ്ങളൊക്കെ ചെയ്യാൻ. കാലില് അമർത്തി വെച്ചു, നേരെ നിവർന്നില്ല. എന്നിട്ട് നമ്മൾ തിരിയുക. പിന്നിലേക്ക് തിരിഞ്ഞു നോക്കും. റിലീസ് ചെയ്യാം. Inhale, exhale. Inhale, exhale. Right, left, sideways. Max
നമ്മൾ അടിഭാഗം തൈസിന്റെ ഏരിയ, ഹിപ്പിന്റെ ഏരിയ സ്റ്റഡി ആയിട്ടുണ്ടാവണം. അവിടെ ഒരു മൂവ്മെന്റ് ഇല്ല. അപ്പർ പാർട്ടിൽ മാത്രമാണ് മൂവ്മെന്റ് ഉള്ളത്. അത് മനസ്സിലാക്കണം. നേരെ തിരിഞ്ഞു നോക്കാൻ പറ്റുമോ? തിരിഞ്ഞു നോക്കാം. റിലീസ് ചെയ്യാൻ. ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ്. ഇത് ഒരു 5-10 തവണ ശരി. നാലാമത്തത് ഫോർവേഡ് ബെൻഡിങ് ആണ്. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നടുവേദനയുള്ളത് ഇത് ചെയ്യരുത്. നടുവേദന എന്ന് പറഞ്ഞാൽ ഡിസ്ക് സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർ ഇത് ചെയ്യാൻ വേണ്ടി പാടില്ല. അതുപോലെ പ്രഷർ, ഹൈ പ്രഷർ ഉള്ള BP ഉള്ള ആൾക്കാരും ഇത് ചെയ്യരുത്. അങ്ങനെ അല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. നമ്മൾ ഇൻഹേൽ ചെയ്യുക, കൈ ഉയർത്തി ഇൻഹേൽ, എക്സേൽ, ഫോർവേഡ് ബെൻഡിങ്, ഇൻഹേൽ, എക്സേൽ. BP മരുന്നൊക്കെ കഴിക്കുന്നുണ്ടെങ്കിലും നമുക്ക് എന്തെങ്കിലും ചെയ്യാം. വല്ലാതെ ബെൻഡ് ചെയ്യാതിരിക്കുക. കുറച്ച് ഇവിടെയൊക്കെ നിർത്തി റിലാക്സ് ചെയ്യുക. ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ. BP പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ മാക്സിമം എന്ത് ചെയ്യാം, എത്ര ബെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും ഹിപ്പ് ഏരിയ ഒക്കെ ചേർന്ന് തന്നെ ഇട്ടത് താഴേക്ക് തൂക്കി. തലയിലൊരു പെരുപ്പ് പോലെ അനുഭവപ്പെടും. ആ സമയത്ത് ഇൻഹേൽ ചെയ്ത് വരുന്നത്, എക്സേൽ ചെയ്ത് ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ. കാല് കുറെ കൂടി ചേർത്ത് വെച്ച് ഇത് ചെയ്യുക. കുറെ കൂടി സ്ട്രെസ് റിലീഫ് കൂടി കിട്ടുന്ന ഒന്നാണ്. ചേർത്ത് വെച്ച് ഇൻഹേൽ ചെയ്ത് ഫോർവേഡ് ബെൻഡ് ചെയ്യുക. വയറ് മുഴുവനും തുടയുടെ മേലെ മുട്ടുന്ന രീതിയിൽ റിലാക്സ്. നോർമൽ ബ്രീത്ത് ചെയ്യാം. ഇവിടെ ഇൻഹേൽ, എക്സേൽ, റിലാക്സ്. ഇനി കൈ ഉയർത്തി ഫോർവേഡ് ബെൻഡ് ചെയ്യാൻ പറ്റാതെ ബാക്കിൽ മസിൽ കുറച്ച് സ്റ്റിഫായിട്ടുള്ള ആൾക്കാർ അവരെന്ത് ചെയ്താൽ മതി, കൈ തുടയുടെ മേലെ തന്നെ കൈ തുടയിലൂടെ മൂവ് ചെയ്തിട്ട് നല്ല ബെൻഡ് ചെയ്യും. മുട്ടിന് കൈ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നല്ല എത്ര ബെൻഡ് ചെയ്യാൻ വേണ്ടി വർദ്ധിക്കും. എക്സേൽ, സപ്പോർട്ട് ചെയ്തിട്ട് തന്നെ ഇൻഹേൽ. ഇതൊരു 2-3 ദിവസം ഒരു 10 വെച്ച് ചെയ്ത് വരുമ്പോഴേക്കും നമ്മൾ കൈ താഴ്ത്താൻ മതി. ഇൻഹേൽ. ഇതൊക്കെ ഏത് സമയത്തും ചെയ്യാം. വയറ് ഫുള്ള് ഭക്ഷണം കഴിച്ച് ഫ്രൈറ്റായിട്ട് നിൽക്കുന്ന സമയം ഒഴികെ വേറെ എല്ലാ സമയത്തും TV കാണുമ്പോഴും വെറുതെ ഇരിക്കുമ്പോഴും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആസനമാണ്. എക്സേൽ, ഇൻഹേൽ, റിലാക്സ്. ഒരു 10 വെച്ച് ഇത് ചെയ്യും. ഇനി ഷോൾഡറിനൊക്കെ ചെയ്യുന്നത് ശ്വാസം സംബന്ധമായ ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഒരു പരിഹാരം എന്ന രീതിയിൽ നമ്മുടെ ലങ്സ് കപ്പാസിറ്റി കൂട്ടാനുള്ള ഒരു വ്യായാമമാണ്. ഷോൾഡർ സ്ട്രെങ്തിന് വേണ്ടി ഇത് ചെയ്യാം. നന്നായി ഷോൾഡർ പെയിൻ ഉള്ളവർ കൈ പിടിച്ചുകൊണ്ട് ചെയ്യണം. കാരണം കൈ സാധാരണ കൈമുട്ട് ബെൻഡ് ചെയ്യാതെ പൊക്കുക, നടക്കുന്ന സമയത്ത് ചെയ്യുന്നത് പോലെ ഇൻഹേൽ, എക്സേൽ. അത്ര സ്പീഡ് ചെയ്യാൻ വേണ്ടി പറ്റും അത്രയും സ്പീഡിൽ സൈഡ് വൈസ് ആയിട്ട് കാണാം. കൈ സൈഡിൽ നിന്ന് അടിക്കാതെ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. ഹാൻഡ് റെസ്റ്റ് ഉള്ളതാണെങ്കിൽ കൈ വെക്കുക, ബാക്കിലേക്ക് മാക്സിമം ചെയ്യും. കൈ എന്ത് ചെയ്യണം, വൃത്തിയാക്കി പിടിക്കണം. വൃത്തിയാക്കി പിടിക്കണം, ടൈറ്റാക്കി പിടിച്ചിട്ട് പിടി. 1, 2,
ഇങ്ങനെ ഒരു 10 പ്രാവശ്യം നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത്. അപ്പൊ ഷോൾഡർ പെയിൻ ഉണ്ടാവും. ഷോൾഡർ പെയിൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കൈ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിക്കും. എന്നിട്ട് ഇതിങ്ങനെ പിടിക്കും. മെല്ലെ വളരെ മുമ്പിലായിട്ട് ടൈറ്റ് ചെയ്ത് പിടിക്കണം. ഷോൾഡർ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് മെല്ലെ നോക്കി, വളരെ മെല്ലെ പൊക്കാൻ പറ്റുന്നത്ര വേദന എവിടെയാണ് ഫീൽ ചെയ്യുന്നത് അതാണ്. ഇങ്ങനെ 5 10 പ്രാവശ്യം ചെയ്യുക. അതേപോലെ മറ്റേ കൈ ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് അതേപോലെ തന്നെ കൈ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രണ്ടാമത്തെ ട്വിസ്റ്റിങ്ങും കൂടി അത് വേണ്ടി എന്നുവെച്ചാൽ റൈറ്റ് സൈഡിലേക്ക് കൈ കയറുക, മുകളിലേക്ക് നോക്കുക, ലെഫ്റ്റ് സൈഡിലേക്ക് റിതമിക്കായിട്ട് ഇങ്ങനെ ചെയ്യാം. റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. നല്ലൊരു മൂവ്മെന്റ് നമുക്ക് കിട്ടും. ഇവിടെ ഫിഷിങ് ഉണ്ടാവും, അതുപോലെ ഷോൾഡറിന്റെ സൈഡ് വേസ് ആയിട്ടുള്ള മൂവ്മെന്റ് കിട്ടും. ഈ ഷോൾഡറിൽ തന്നെ മൂന്നാമത്തെ കുറച്ചും കൂടി ചെസ്റ്റ് എക്സ്പാൻഷന് വേണ്ടിയിട്ടുള്ളതാണ്. പ്രായമൊക്കെ ആകുമ്പോൾ നമ്മൾ കുനിഞ്ഞു വരും, അത് ഒഴിവാക്കി നന്നായിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരെ തന്നെ ഇരുന്ന് കൈ ഷോൾഡറിൽ ചേർത്ത് കൊടുക്കുക, കത്തും ചേർത്ത് കൊടുക്കുക. മാക്സിമം ഇൻഹേൽ ചെയ്ത് മാക്സിമം എത്ര കൊണ്ടുപോകാൻ പറ്റും അത്രയും ചെയ്താൽ മതി. Exhale in 1 2 3 4 5 അങ്ങനെ ഒരു 5 10 പ്രാവശ്യം ചെയ്യാം. സൈഡ് വേസ് 1 2 ഇത്ര ബാക്കിലേക്ക് പോകാൻ പറ്റുമോ? ബാക്കിലേക്ക് എത്ര കൊണ്ടുപോകാൻ പറ്റും? നിവർന്നിരിക്കും. ഓക്കെ, പ്രായമായിട്ടുണ്ടാകുന്ന ബെൻഡാവുന്നുണ്ട്, പൂനൊക്കെ വരും, അതൊക്കെ ഒഴിവാക്കാൻ ബെസ്റ്റാണ് ഇത് ചെയ്യാൻ. മാത്രമല്ല ചെസ്റ്റ് എക്സ്പാൻഷൻ ഉണ്ടാവും, വൈറ്റൽ കപ്പാസിറ്റി ശ്വാസം ഇൻടേക്ക് ചെയ്യുന്നതിൻ്റെ അളവ് റിലാക്സ്. അതും ഒരു 10 പ്രാവശ്യം വെച്ച് ചെയ്യണം. പിന്നെ ഉള്ളത് ബ്രീത്തിങ് എക്സസൈസ്. ഭസ്ത്രിക എന്ന് പറയും. നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യണം. നേരെ വെച്ച് കൈ ഉയർത്തി ഇൻഹേൽ ചെയ്യാൻ, എക്സേൽ ചെയ്ത് കൈ താഴ്ത്തും. ഈ എക്സേൽ ചെയ്ത് താഴ്ത്തുമ്പോൾ താഴെ അടിക്കാതിരിക്കാൻ ശ്രമിക്കണം. കുറച്ച് മുന്നിലേക്കൊക്കെ തള്ളിയിരുന്ന് ഹാൻഡ് റെസ്റ്റ് ഉള്ളതാണെങ്കിൽ, ഇല്ലെങ്കിൽ നേരെ ഇരുന്നിട്ട് ചെയ്യാം. ചാരി ഇരിക്കരുത്, ബെൻഡ് ചെയ്യാൻ വേണ്ടി പാടില്ല. നിവർന്നിരിക്കും. എന്നിട്ട് ചെസ്റ്റ് ലെവലിൽ കൈ കൊടുക്കും, മുഷ്ടി അത് ഇൻഹേൽ എക്സേൽ, നേരെയായി ഇൻഹേൽ എക്സേൽ ഇൻഹേൽ എക്സേൽ. പിന്നെ അതിന്റെ സൗണ്ട് ഉണ്ട്. എക്സേൽ ചെയ്യുമ്പോൾ നല്ല ഫോഴ്സ്ഫുൾ ആയിട്ട് എക്സേൽ ചെയ്യണം. അപ്പൊ ആദ്യം വളരെ പതുക്കെ ചെയ്യാം. എന്നുവെച്ചാൽ നാസൽ ട്രാക്കിൽ ബ്ലോക്കൊന്നും ഇല്ല എന്ന് ഉറപ്പിക്കണം. ബ്ലോക്കൊന്നും ഇല്ല, വളരെ ഈസി ആയിട്ട് എക്സേൽ ചെയ്യാൻ വേണ്ടി പറ്റും, ശ്വാസം പുറത്തു വിടാൻ വേണ്ടി പറ്റും എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഇൻഹേൽ വലിച്ചു താഴ്ത്തും. ഒരു ലിവർ വലിച്ചു താഴ്ത്തുന്നത് പോലെ കൈ സ്വാഭാവികമായിട്ട് പോകുന്നു, വളരെ ഫോഴ്സ്ഫുൾ ആയിട്ട് വലിച്ച് താഴ്ത്തും. ചെസ്റ്റിന്റെ അടുത്ത് വരെ താഴ്ത്തോ, കൈ താഴ്ത്തുന്നില്ല, ചെസ്റ്റിന്റെ അടുത്ത് വരെ ഇൻഹേൽ കണ്ണടച്ചു വെച്ച് ഇത് ചെയ്യും. BP ഇതും പതുക്കെ ചെയ്താൽ വീണ്ടും ഇൻഹേൽ. BP ഉള്ളോ നോർമലാണെങ്കിൽ നല്ല ഫാസ്റ്റ് ആയിട്ട് അത്ര ചെയ്യാൻ വേണ്ടി പറ്റും. ഇതാകുമ്പോൾ നമുക്ക് ഈ അബ്ഡമൻ ഭാഗത്തുള്ള ഫാറ്റ് റിഡ്യൂസ് ചെയ്യും. അതേപോലെ തന്നെ ശ്വാസ സംബന്ധമായ ആസ്മ, അതുപോലുള്ള ബുദ്ധിമുട്ടുകൾ, ജലദോഷം, തുമ്മൽ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പൂർണ്ണമായും മാറും ഇത് ചെയ്തിട്ട്. ഇത് ഒരു 25 30 ഒക്കെ വെച്ചിട്ട് 2 3 പ്രാവശ്യം ചെയ്യാം. ഏറ്റവും അവസാനം ചെയ്ത് റിലാക്സ് ചെയ്ത്
മെഡിറ്റേഷനിലേക്ക് പോവുകയാണ് വേണ്ടത്. മറ്റൊരു പ്രാണായാമമാണ് ഉജ്ജയി. ഉജ്ജയി സാധാരണ മറ്റ് വീഡിയോകളിൽ നിന്ന് കാണുന്നതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം ചെയ്തിട്ടുണ്ട്. കാരണം സാധാരണ പ്രായമായ ആൾക്കാർ കുറച്ച് ബെൻഡായിട്ടാണ് ഉണ്ടാവുക. അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി തല ഉയർത്തി താഴ്ത്തുന്ന രീതിയിലുള്ള ഒരു മൂവ്മെന്റ് ആണ് ഇവിടെ ഞാൻ പരിചയപ്പെടുന്നത്. അത് രണ്ട് വയസ്സായിട്ട് നോക്കിയാൽ മനസ്സിലാവും. നേരെ എന്നിട്ട് ഇൻഹേൽ, ശ്വാസം ഉള്ളിലേക്ക് ഇടും. തലപ്പം താഴേക്ക് ടച്ച് ചെയ്യുക. എന്നിട്ട് എക്സേൽ. തല നേരെ വെച്ചു ഇൻഹേൽ ചെയ്യും. എക്സലേഷൻ മാക്സിമം എക്സൈസ് ചെയ്യുക. എത്ര എക്സൈസ് ചെയ്യാൻ വേണ്ടി വിട്ട് ശ്വാസം മാക്സിമം നിങ്ങൾക്ക് പുറത്ത് വിടാം. പുറത്ത് വിട്ടിട്ട് തല നേരെ വെച്ച് നമ്മൾ ശ്വാസം നിങ്ങൾക്ക് മാക്സിമം പുറത്ത് വിടുമ്പോൾ എന്തെങ്കിലും അത് വേഗത്തിൽ ഉള്ളിലേക്ക് എടുക്കാൻ ടെൻഡൻസി ഉണ്ടാവും. എന്നാലും കുറച്ച് നിയന്ത്രിച്ചുകൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. എന്നിട്ട് റിലാക്സ് ചെയ്യുക. ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് അത് അവിടെ റീറ്റെയിൻ ചെയ്തുകൊണ്ട് അവിടെ പിടിച്ചു നിർത്തി, അധികം പിടിച്ചു നിർത്തേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് പിടിച്ചു നിർത്തുക. പിടിച്ചു നിർത്തുന്നതിൻ്റെ ഇടയിൽ തല മുകളിലേക്ക് നോക്കുക, താഴ്ത്തുക. എന്നിട്ട് എക്സേൽ കംപ്ലീറ്റ് ആയിട്ട് ശ്വാസം പുറത്ത് വിടുന്നത് വളരെ പതുക്കെയാണ്. പറ്റുന്നത്ര സ്ലോ ആക്കാൻ വേണ്ടി ശ്രമിക്കണം. മാക്സിമം പുറത്ത് വിടുകയും വേണം. എത്ര പുറത്ത് വിടാൻ വേണ്ടി പറ്റുമോ അത്രയും ശ്വാസം എന്ന ശബ്ദത്തോടു കൂടി പുറത്തേക്ക്. തൈറോയിഡ് സംബന്ധമായ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ പ്രാണായാമം ഏറ്റവും ബെസ്റ്റാണ്. അത് മാത്രമല്ല നമ്മുടെ സെർവിക്കൽ പെയിൻ ഉള്ളവർ അവർ കൂടുതൽ തല താഴ്ത്തേണ്ട കാര്യമില്ല. അവർ നേരെ തന്നെ വെച്ചാൽ മതി. അവരെന്ത് ചെയ്യണം, പിന്നിലേക്ക് മാക്സിമം തിരിച്ച് നേരെ വന്നിട്ട് സെർവിക്കൽ പെയിൻ ഉള്ളവർ വളരെയധികം ഫോർവേഡ് ബെൻഡ് ചെയ്യും. ഈ രണ്ട് പ്രാണായാമം കൂടി ചെയ്യും. ഇതൊക്കെ ചെയ്ത് തീർക്കാൻ ഏകദേശം ഒരു അരമണിക്കൂർ സമയം മതി. അത് രാവിലെയും വൈകിട്ടുമായി ചെയ്യും. ഇതൊരു 2 ആഴ്ച ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ചെയ്യേണ്ടുന്ന കിടന്നുകൊണ്ട് ചെയ്യാവുന്ന യോഗ പോസ്റ്റുകളുണ്ട്. അത് ഞാൻ ആ സമയമാകുമ്പോഴേക്കും റെഡിയാക്കും. ഓക്കെ, താങ്ക്സ്.